നമസ്കാരം. കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു പാറ്റകൾ സമരം നടത്തി ജയിച്ചത്. സ്വാഭാവികമായും മോദിയോടും ബി ജെ പിയോടും ആർ എസ് എസിനോടും ഒക്കെ താല്പര്യമുള്ളവർ പാറ്റ സമരത്തെ സംശയദൃഷ്ടിയോടെ കണ്ടു. പലരും അതിരുകവിഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അതിൽ അതിശയിക്കേണ്ടതായി ഒന്നുമില്ല. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെതിരെ ഒരു സമരം ശക്തിപ്പെടുമ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ ഏതറ്റം വരെ പോയി പ്രചരണം നടത്തും. അത് സോഷ്യൽ മീഡിയ കാലത്ത് സ്വാഭാവികമാണ്. സമരക്കാരെ പിന്തുണയ്ക്കുന്നവർ എന്തെല്ലാം പറഞ്ഞു മോദിയെക്കുറിച്ച്, ബി ജെ പിയെക്കുറിച്ച്, ആർ എസ് എസിനെ കുറിച്ച്. മോദിയെ കൊന്നാൽ പോലും കുഴപ്പമില്ല, ഭരണഘടന സംരക്ഷിക്കുന്നത് ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതാവാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പലതും പറഞ്ഞു. ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെ വേണം ടി ജി മോഹൻദാസ് എന്ന വലത് ബുദ്ധിജീവിയുടെ അഭിപ്രായ പ്രകടനത്തെ കാണാൻ. അദ്ദേഹം സമരക്കാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലണമെന്നല്ല പറഞ്ഞത്, താനായിരുന്നു ചുമതലക്കാരനെങ്കിൽ വെടിവെക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, സമരക്കാരിൽ പലരും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന അരുചികരമായ പ്രതികരണവും നടത്തി. ടി ജി മോഹൻദാസിന്റെ പ്രതികരണം അങ്ങേയറ്റം അപലപനീയമാണ്. അപലപിക്കുക തന്നെ വേണം. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പേരിൽ പരാതി കൊടുക്കുക, കേസെടുക്കുക, നാടകീയമായി അറസ്റ്റ് ചെയ്യുക, തൂക്കിക്കൊല്ലണമെന്ന് വിലപിക്കുക, ഇതൊക്കെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയേ ഉള്ളൂ. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴാണ് വൺ സൈഡഡ് പ്രതികരണങ്ങളും ആക്ഷനും ചർച്ചയാവുന്നത്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കെട്ടിയ ആവേശവും വിരുദ്ധമൊന്നും മോദിയെ കൊല്ലണമെന്ന് പറയുന്നവർക്ക് മേൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരണം നടത്തിയവരുടെ മേൽ ഒരിക്കലും ഉണ്ടാവാറില്ല. അത് ചർച്ചയാവും. മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പോലീസിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ടി വരും. പോലീസിനെ കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ല. പോലീസ് രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നതാണ് ചെയ്യുന്നത്. പിണറായിയുടെ കാലത്ത് ഈ പോലീസിന്റെ ദാസ്യപ്പണി വ്യക്തമായിരുന്നു. ഇവിടെ മോഹൻദാസ് പറഞ്ഞത് വിവരക്കേടാണെങ്കിലും കുറ്റകൃത്യമല്ല എന്ന് പോലീസിനെ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ദിവസങ്ങളോളം പോലീസ് അനങ്ങിയില്ല. പോലീസ് നോട്ടീസ് കൊടുത്തില്ല, വിളിച്ചു വരുത്തിയില്ല, ചോദ്യം ചെയ്തില്ല, അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം അതിൽ നിയമപരമായി ഒരു കാമ്പുമില്ല എന്ന് പോലീസിന് അറിയാമായിരുന്നു. പക്ഷേ പൊടുന്നനെ എവിടെ നിന്ന് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു, മോഹൻദാസിനെ സംരക്ഷിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നു, വി ഡി സതീശൻക്ക് സംഖ്യയായതുകൊണ്ടാണ് മോഹൻദാസിന് കാവൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞൊരു പ്രചരണം ആരംഭിക്കുന്നു. നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത വരുന്നു. സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലാതെ വരുന്നു. സംഘിപ്പേര് തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്താൽ ആ പേര് ദോഷം മാറുമെങ്കിൽ മാറട്ടെ എന്ന് കരുതി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത രീതിയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് കണ്ടെത്തിയ സമയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന് തന്നെ അറിയാം മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല, ജാമ്യം കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഒരു ദിവസം മോഹൻദാസിനെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ വൈകുന്നേരം മട്ടാഞ്ചേരിയിൽ ചെല്ലുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും. അവിടെ 2-2.5 മണിക്കൂർ വൈകിപ്പിച്ചു. അതിനുശേഷം സാവകാശം തിരുവനന്തപുരത്ത് എത്തിച്ചു. അതിനുശേഷം വൈകുന്നേരം വരെ കാത്തിരുന്നു. 24 മണിക്കൂർ തികയാൻ കാത്തിരുന്നു കോടതിയിൽ ഹാജരാക്കാൻ. കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. മോഹൻദാസിന് മേൽ ചുമത്തിയിരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വളരെ വിചിത്രമായ വകുപ്പുകളാണ്, ഒരു തരത്തിലും നിലനിൽക്കാത്ത വകുപ്പുകൾ. BNS-ലെ 192 കലാപാഹുവാണ്. ആ കുറ്റകൃത്യം തെളിഞ്ഞാൽ ശിക്ഷിക്കാൻ പറ്റുന്നത് 6 മാസമാണ്. രണ്ടാമത്തേത് 353(1) സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുക, 2 വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. ഭിന്നത ഉണ്ടാവണം, എങ്കിലേ അത് ഗുരുതരമായ കുറ്റകൃത്യമാവൂ. അതിന് 3 വർഷം വരെ തടവ് കിട്ടാൻ പരമാവധി കുറ്റകൃത്യം തെളിഞ്ഞാൽ. ഈ വകുപ്പ് ചുമത്തിയത് തന്നെ ജാമ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വകുപ്പ് വേണമല്ലോ എന്ന് കരുതിയാണ്. അടുത്തത് BNS-ലെ 79 സ്ത്രീത്വത്തെ അപമാനിച്ചു. അത് ജാമ്യമുള്ള വകുപ്പാണ്. പിന്നെ 120 ഏത് പട്ടിക്കുറുക്കിന്റെ മേലും ചുമത്താവുന്ന വകുപ്പാണ്. കേരള പോലീസ് ആക്ടിലെ 120 ഇമെയിൽ വഴി എന്തെങ്കിലും ഒരു സന്ദേശം അയച്ചു എന്ന് കരുതിയാൽ മതി, ആർക്കെതിരെയും ചുമത്തും. നിങ്ങൾ പരിശോധിച്ചാൽ മതി, ആർക്കെതിരെ പോലീസ് കേസെടുത്താലും അതിൽ KP ആക്ട് 120 കാണും. ഈ വകുപ്പൊന്നും നിലനിൽക്കില്ലെന്നും മോഹൻദാസിന് ജാമ്യം കിട്ടുമെന്ന് പോലീസിന് അറിയാമായിരുന്നു. അപ്പോൾ പരമാവധി ബുദ്ധിമുട്ടിക്കുക, വിമർശകരുടെ വായടപ്പിക്കുന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ നിയമപരമായ വ്യാപ്തിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത സോഷ്യൽ മീഡിയയിലെ കുറെ സംഘവിരുദ്ധർ ആവേശം കൊണ്ടു. ഇതാ രമേശ് ചെന്നിത്തലയാണ്, വിജയനല്ല, ഇതാ പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ. മറുഭാഗത്ത് ഇതാ സംഘി കരയുന്നു, കാല് നക്കുന്നു, ഷൂ നക്കുന്നു എന്ന് പറഞ്ഞ് വേറെ കുറച്ചു പേർ. നിയമത്തിന്റെ ABCD ഇവർക്കാർക്കും അറിയില്ല. മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കാൻ സാധ്യമല്ല, ജഡ്ജി വിചാരിച്ചാൽ പോലും സാധ്യമല്ല. കാരണം 1 നിലനിൽക്കാത്ത കുറ്റകൃത്യം, 2 ഇതിൽ കേസേ ഇല്ല എന്ന് ബോധ്യമായിട്ടും അവർ ആവേശം കൊണ്ടു. എന്തായാലും അറസ്റ്റ് ചെയ്ത പോലീസുകാർ, അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട സർക്കാർ ആഗ്രഹിച്ചതുപോലെ 24 മണിക്കൂർ വന്ധ്യവയോധികനെ ബുദ്ധിമുട്ടിച്ച് ഒടുവിൽ ജാമ്യം കൊടുത്തു വിട്ടു. മാത്രമല്ല, ഒരാളുടെ മേലൊരു കള്ളക്കേസ് എടുത്താലും ജാമ്യം കൊടുക്കുമ്പോൾ കോടതിക്ക് ചില കണ്ടീഷൻ വെക്കേണ്ടി വരും. നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെ, കണ്ടീഷൻ ഇല്ലാതെ ആർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല. സമാനമായ കുറ്റകൃത്യം ചെയ്യരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവയ്ക്കണം, ഇതൊക്കെയാണ് വകുപ്പുകൾ. മോഹൻദാസ് തിരുവനന്തപുരത്ത് തങ്ങുന്നു.
ഈ നിബന്ധനകൾ പാലിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇതിന് പിറകെ മോഹൻദാസ് നടക്കണം, ബുദ്ധിമുട്ടാണ്, ഇതിന് അപ്പുറത്തേക്കൊന്നുമില്ല. വാസ്തവത്തിൽ ഇതുകൊണ്ട് ആരെന്ത് നേടിയെന്ന ചോദ്യത്തിന് നേടിയത് മോഹൻദാസ് മാത്രമാണ്. വാസ്തവത്തിൽ മോഹൻദാസ് ഒരു മോഹമുക്തനായ വലത് ചിന്തകനാണ്. മോഹൻദാസ് ഏതെങ്കിലും ഔദ്യോഗിക പദവി വഹിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു RSSന്റെ ബൗദ്ധിക വിഭാഗത്തിന്റെ BJPയുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ നേതാവായിരുന്നു. മാത്രമല്ല ജന്മഭൂമിയുടെ ജനറൽ മാനേജറായിരുന്നു. ഇത്തരം ചില ചുമതലകൾ ഉണ്ടായിരുന്നെങ്കിലും മോഹൻദാസ് കഴിഞ്ഞ കുറേ കാലമായി സംഘപരിവാറുമായി ഔദ്യോഗികമായ ബന്ധവും പുലർത്തുന്നില്ല. അതിന് കാരണം അങ്ങനെ എന്തെങ്കിലും പദവി മോഹിക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹം ഒരു വലത് ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെതായ ചില ഐഡിയകളുണ്ട്. അത് BJPയുടെയും RSSന്റെയും നയങ്ങൾക്ക് അനുസൃതമൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന് ചില ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ആ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വതന്ത്രമായി മുമ്പോട്ട് പോകുന്നു. ചാനലുകൾ അഭിപ്രായ പ്രകടനം നടത്തും, യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യും. അദ്ദേഹത്തിൻ്റെത് പലതും വിചിത്രമായ അഭിപ്രായങ്ങളാണ്. പക്ഷേ അദ്ദേഹം ആരെയും ഉപദ്രവിക്കുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുണ്ടായി? സംഘപരിവാർ കോണുകളിൽ വലിയ സ്വാധീനമുണ്ടായി, സ്വീകാര്യതയുണ്ടായി. BJPക്കാർ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. BJPക്കാർ വിഷയം ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം കോടതിയിലെത്തുന്നു. ആരാണ് TG മോഹൻദാസ് എന്ന് അല്ലാത്തവർ കൂടി ചോദിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അങ്ങനെ TG മോഹൻദാസിന്റെ ഗ്രാഫ് ഉയർന്നു എന്നല്ലാതെ ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടായില്ല. ഇതിന് പിന്നാലെ നടക്കുന്നവർ തിരിച്ചറിയേണ്ടത് ഇത്തരം നിങ്ങളുടെ പ്രവർത്തികളുടെ റിയാക്ഷൻസ് വാസ്തവത്തിൽ ആരെയാണോ വേട്ടയാടാൻ ശ്രമിക്കുന്നവർ അവർക്ക് ഗുണമുണ്ടാകുമെന്ന് മാത്രമാണ്. അല്ലാതെ അവരെ ജയിലിലടയ്ക്കാനോ അവരെ ശിക്ഷിക്കാനോ അവരെ മോശക്കാരനാക്കാനോ കഴിയില്ല. അവരെ ഇഷ്ടപ്പെടുന്നവരാരാണോ അവരുടെ ഇഷ്ടം കൂടും. സ്വതന്ത്ര ചിന്തയുള്ള കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തും. ഇത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തത് കൊണ്ടാണ് ചുളിവിൽ മോഹൻദാസിന് നേതൃപദവി കിട്ടിയത്. മോഹൻദാസ് തന്നെ പറഞ്ഞു, ഞാനൊരു നേതാവല്ല, ഞാൻ നേതാവാണ് എന്ന് പറയുന്നു. ആ ഒരു പ്രതികരണം നോക്കുക. അപ്പം ഞാനും ഈ പറഞ്ഞ ലൂസ്ലി സംഘപരിവാർ വേലിക്കെട്ടിനകത്ത് പെടുന്നവനുമാണല്ലോ. അപ്പം ചീത്ത പറയുമ്പോൾ വെറുതെ ഒരു RSSകാരനെന്ന് പറയാൻ പറ്റുമോ? സൈദ്ധാന്തികൻ. ഞാനത് ഇതിനു മുമ്പ് ഒരിക്കൽ ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, RSSൽ സൈദ്ധാന്തികൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഞാനല്ല, എന്നെ വെറുതെ വിടണം. RSS ഞാൻ സൈദ്ധാന്തികനൊന്നുമല്ല. ഒന്ന് പിന്നെ എന്താണ് നിങ്ങൾ? ഞാൻ പറഞ്ഞു, ഞാൻ RSSകാരനാണ്. സൗകര്യമുള്ളപ്പോൾ എൻ്റെ അടുത്ത ശാഖയിൽ പോകും, സൗകര്യമുള്ളപ്പോൾ സംഘത്തിൻ്റെ പരിപാടികൾക്ക്. ഏറ്റവും അധികം വിദ്വേഷ പ്രചരണം നടത്തുന്ന ഇക്കൂട്ടർക്ക് എങ്ങനെയെങ്കിലും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഇല്ലാതാക്കണം. നമുക്കറിയാം, മീഡിയ വൺ എന്ന ചാനലിൽ വൈകുന്നേരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു പരിപാടി, അടുപ്പുട്ടി ചർച്ച. അവർ പറയുന്ന അത്രയും വിദ്വേഷം വേറെ ആരും പടരുന്നില്ല. പക്ഷെ മോഹൻദാസ് വന്നപ്പോൾ ഒരുക്കം പറഞ്ഞ ഡയലോഗ് ഉണ്ടോ? TG മോഹൻദാസ് മാത്രമല്ല, PC ജോർജ്, ഷാജൻ, ശശികല, RV ബാബു എന്നിങ്ങനെ ആരായാലും 2, 3, 14 ദിവസം പിടിച്ച് റിമാൻഡ് ജയിലിലിട്ടാൽ അവർ ചെയ്തതിനുള്ള ശിക്ഷയായി. പക്ഷെ ജാമ്യം കിട്ടിയാൽ അവരെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന ചിന്ത എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത്തരത്തിൽ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടണം. ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടം ആർക്കാണ് എന്ന് തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന BJPക്ക് 3 സീറ്റും ഒരു ലോക്സഭാ സീറ്റും ഒരു കോർപ്പറേഷൻ മേയറും ഒക്കെ ആയത്. ഇങ്ങനെയാണ് എന്ന് ഇവർ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ. യഥാർത്ഥത്തിൽ TG മോഹൻദാസിന്റെ മൈലേജ് ഉയർന്നു എന്നതിന് തെളിവാണ് ജയകൃഷ്ണൻ എന്നാൾ എഴുതിയിരിക്കുന്ന പോസ്റ്റ്. എന്തൊരു മനുഷ്യനാണ്! വിവാദ വീഡിയോ പുറത്തു വന്ന് 2026 ജൂലൈ 24, 25 തീയതികളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 2026 ജൂലൈ 29 ബുധനാഴ്ച, അതായത് മുൻകൂർ ജാമ്യത്തിന് 11 ദിവസത്തെ സാവകാശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നിയമവിരുദ്ധമുള്ള, നിയമത്തെക്കുറിച്ച് അറിവുള്ള, ബന്ധങ്ങൾ നിരവധിയുള്ള 71 വയസ്സുള്ള മനുഷ്യൻ അതിനൊന്നും ശ്രമിക്കാതെ സ്വന്തം വീട്ടിൽ അറസ്റ്റിന് വേണ്ടി കാത്തിരുന്നു. അതാണ് പറഞ്ഞത്, എന്തൊരു മനുഷ്യനാണ്. കതിരൂർ മനോജ് വധക്കേസിൽ തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ ജയരാജൻ ദേഹാസ്വസ്ഥതയും നെഞ്ചുവേദനയും പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട M ശിവശങ്കറിന് ഓർമ്മയുണ്ടോ? ED ചോദ്യം ചെയ്യുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളും നെഞ്ചുവേദനയും പറഞ്ഞ് ആശുപത്രിയിലേക്ക് ഓടിയ ബിനീഷ് കോടിയേരി മുതൽ ജാമ്യത്തിന് വേണ്ടി ഒളിവിൽ പോയ ഗുണ്ട ആയങ്കി വരെ നീളം ലിസ്റ്റ്. പക്ഷേ 21 വയസ്സുകാരനായ ആ വൃദ്ധൻ ഉമ്മറത്തെ കസേരയും ഇട്ട് അറസ്റ്റിന് വേണ്ടി കാത്തിരുന്നു. അറസ്റ്റ് വരിച്ചതിന് ശേഷം വളരെ സിമ്പിളായി ജാമ്യമെടുത്ത് തിരിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കാരണമാകുന്നത് പോലും ഈ അനാവശ്യമായ വേട്ടയാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇങ്ങനെ എഴുതി, TG മോഹൻദാസിന് ജാമ്യം കിട്ടി. ഇനി യഥാർത്ഥ വിഷയം പറയാം. വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് വായിച്ചു മനസ്സിലാക്കുക. TG പറഞ്ഞത് ശുദ്ധ തെറ്റാണ്. അശ്ലീലവും ഉത്തരവാദിത്വമില്ലാത്തതുമായ പരാമർശം, സ്ത്രീകളെ അപമാനിക്കുന്ന വാക്കുകൾ, അതിനെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. തെറ്റും കുറ്റവും രണ്ടാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും സൈബർ പോരാളികൾക്കും ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആശയമാണിത്. കാരണം അവർ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന നിയമപുസ്തകം വളരെ ലളിതമാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല, ക്രിമിനൽ കുറ്റം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഭരണഘടനയുടെ ആവശ്യമെന്ത്? ഒരു ഫേസ്ബുക്ക് ആംഗ്രി റിയാക്ഷൻ ബട്ടൺ മതിയാകുമല്ലോ രാജ്യം ഭരിക്കാൻ. ഒരാൾ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് ദേഷ്യം വരാം, അറപ്പ് തോന്നാം, അയാളെ പരസ്യം പരിഹസിക്കാം, സാമൂഹികമായി മാറ്റി നിർത്താം. പക്ഷെ ജയിലിലടക്കണമെങ്കിലോ?
അവിടെ വികാരം പോരാ, വ്യക്തമായ നിയമം വേണം. ഒരു പ്രസ്താവന കുറ്റകൃത്യമാകണമെങ്കിൽ അതിന് ചുമത്തുന്ന വകുപ്പുകളുടെ നിയമപരമായ ഘടകങ്ങൾ തെളിയിക്കപ്പെടണം. എനിക്ക് ഒഫൻഡഡ് ആയി എന്നൊരു വകുപ്പ് BNS ഇതുവരെ ചേർത്തിട്ടില്ല എന്നത് മലയാളികളുടെ മഹാഭാഗ്യം. ഒരു ഔട്ട്സോഴ്സ് ചെയ്ത ആൾക്കൂട്ട നീതി. ഒരു പ്രസംഗം കേട്ട് ദേഷ്യം പിടിച്ച ആളുകൾ തല്ലാൻ പോയാൽ നമ്മളതിനെ മോബ് വയലൻസ് എന്ന് വിളിക്കും. അത് അസഭ്യമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷെ അതേ ആൾക്കൂട്ട ആവേശം പോലീസ് സ്റ്റേഷനിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് എനിക്ക് ഭയങ്കര വിഷമമായി, ഇയാളെ ഏതെങ്കിലും വകുപ്പ് വെച്ച് അകത്താക്കൂ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പുരോഗമന രാഷ്ട്രീയമാകുമോ? ആൾക്കൂട്ടത്തിന് യൂണിഫോം തുന്നിക്കൊടുത്താൽ അത് റൂൾ ഓഫ് ലോ ആകില്ല. ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയം. ഇവിടെയാണ് ഈ കേസ് BJPക്ക് രാഷ്ട്രീയമായി മുതൽക്കൂട്ടാവുന്നത്. വർഷങ്ങളായി അവർ ഉയർത്തുന്ന ഒരു പ്രധാന ആശങ്കയുണ്ട്. നിയമവും ആക്രോശങ്ങളും ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നത്. ആ വാദത്തിന് തെളിവുകൾ തികച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ പറയാം. MM മണി ഇടുക്കിയിൽ എതിരാളികളെ വരിവരിയായി പട്ടികയിട്ട് കൈകാര്യം ചെയ്ത കഥ പറഞ്ഞപ്പോൾ അന്ന് പാർട്ടി തള്ളി പറഞ്ഞു. പക്ഷേ കഥ അവിടെ തീർന്നോ? പിന്നീട് കണ്ടത് അദ്ദേഹത്തിൻ്റെ MLA വേഷമാണ്, മന്ത്രിപ്പട്ടമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞവർക്ക് പോലും പുനരധിവാസം നൽകുന്ന സിസ്റ്റമാണ്. പക്ഷെ മറുവശത്തൊരാൾ അനാവശ്യം പറഞ്ഞാൽ ഉടനടി ജനാധിപത്യത്തിൻ്റെ ICU അലാറം മുഴങ്ങും. സെലക്റ്റീവായ ഒരു ഹൃദയമിടിപ്പാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെത്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒരു പ്രിൻസിപ്പളെക്കുറിച്ച് മറ്റേ പണി എന്ന് MM മണി പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അതും ഇവിടെ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മുക്കർ ഉമർ ഫൈസി ഹിജാബ് വിഷയത്തിൽ അഭിസാരിക എന്ന് വിളിച്ച് മുസ്ലിം സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോൾ VP സുഹറയ്ക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. TG മോഹൻദാസിന്റെ കാര്യത്തിൽ RSS കാണിച്ച അതേ മോറൽ ക്ലാരിറ്റിയോട് ഉമർ ഫൈസിയെ തള്ളിപ്പറയാൻ സമസ്ത തയ്യാറായോ? പറയൂ. അഭിസാരിക എന്ന് സ്ത്രീകളെ വിളിച്ചതിൻ്റെ പേരിൽ കേസെടുത്തോ എന്നും പറയണം. കേസെടുക്കണമെന്ന് ആരെങ്കിലും മുറവിളി കൂട്ടിയോ എന്നും പറയണം. അബ്ദുറഹ്മാൻ കല്ലായി റിയാസ് വീണ വിവാഹത്തെ മതത്തിൻ്റെ പേരിൽ വ്യഭിചാരമെന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് അയാൾ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും അടിസ്ഥാനപരമായ നിലപാടിൽ മാറ്റമില്ലെന്ന് തുടർച്ചയായി വ്യക്തമാക്കി. അപ്പോൾ മതം പറഞ്ഞാൽ വിശ്വാസം, പുരോഹിതൻ പറഞ്ഞാൽ കോണ്ടാക്ട്സ്, സ്വന്തം രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ നാക്കുപിഴ, പക്ഷേ എതിർപക്ഷത്തുള്ളവൻ പറഞ്ഞാൽ പോലീസ് ദാ പിടിച്ചോ വകുപ്പ്. അതാണല്ലോ ന്യായം. സംഘടന കാണിക്കേണ്ട മാന്യത. TG മോഹൻദാസിൻ്റെ കാര്യത്തിൽ RSS ചെയ്ത നിലപാട് ശ്രദ്ധേയമാണ്. അദ്ദേഹം സംഘടനയുടെ ഓഫീസ് ഭാരവാഹി അല്ലെന്നും പരാമർശം വ്യക്തിപരമാണെന്നും പറഞ്ഞ് അതിനെ തള്ളിപ്പറഞ്ഞു. ഒരു സംഘടന ചെയ്യേണ്ടത് അതാണ്. സ്വന്തം പക്ഷത്തുള്ളവർ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കുക. ഈ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും വേണം. RSSകാരൻ സ്ത്രീ അപമാനിച്ചാൽ അപലപിക്കുക. ഇസ്ലാമിക പണ്ഡിതർ സ്ത്രീകളെയും ഫെമിനിസ്റ്റുകളെയും അപമാനിച്ചാൽ അതേ ശബ്ദത്തിൽ അപലപിക്കുക. CPM അല്ലെങ്കിൽ കോൺഗ്രസ്, ലീഗ് നേതാക്കൾ അതിരുവിട്ടാലും അതേ അളവുകൾ ഉപയോഗിക്കുക. മതത്തിന് ഇവിടെ സ്പെഷ്യൽ എക്സംഷൻ ഇല്ല. ലെഫ്റ്റിന് മോറൽ ഇമ്മ്യൂണിറ്റിയോ റൈറ്റിന് ഫ്രീ പ്രസോ ഉണ്ടാകരുത്. BJPക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ആഖ്യാനം. ഒരു വശത്തുള്ളവരുടെ തെറ്റായ പ്രസംഗങ്ങളെ ക്രിമിനൽ കുറ്റമാക്കാനും മറുപക്ഷത്തുള്ളതിനെ സാഹചര്യത്തിന് സമ്മർദ്ദമെന്ന് ന്യായീകരിക്കാനും നോക്കിയാൽ എന്തു സംഭവിക്കും? റൈറ്റ് വിങ്ങിന് സ്വന്തം ചെലവിൽ ഉണ്ടാക്കാൻ കഴിയാത്ത ആഖ്യാനം സൗജന്യമായി നിങ്ങൾ നിർമ്മിച്ചു നൽകും. ഞങ്ങൾക്ക് മാത്രം നിയമം കടുപ്പമാണ്, ഞങ്ങളുടെ ആളുകൾക്ക് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, സെലക്റ്റീവ് രാഷ്ട്രീയ സൗകര്യവാദമാണ് ഇവിടെ നടക്കുന്നത്. ഇത് BJP മാത്രം പറഞ്ഞാൽ പ്രൊപ്പഗണ്ട എന്ന് തള്ളാം. എന്നാൽ നിങ്ങൾ തന്നെ അതിന് ഉദാഹരണങ്ങൾ സൃഷ്ടിച്ചു കൊടുത്താൽ അത് നാളെ സത്യമായി ജനങ്ങൾക്ക് തോന്നും. അത് BJPയെ തനിയെ വളർത്തും. UDF ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. LDF ചെയ്ത തെറ്റുകളിൽ നിന്നും പഠിക്കുന്നതിന് പകരം അതേ വഴിയിൽ പുതിയ ചെരിപ്പിട്ട് നടക്കരുത്. ഇത്തരം കേസ് നാടകങ്ങൾ റൈറ്റ് വിങ്ങിനെ തകർക്കില്ല, മറിച്ച് അവരെ ഇരകളാക്കും. നാളെ BJP വന്ന് കേരളത്തിൽ ഫ്രീ സ്പീച്ച് സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ചിരിക്കാൻ നിന്നാൽ നിങ്ങൾ ആദ്യം കണ്ണാടിയിൽ നോക്കേണ്ടി വരും. കാരണം ആ സർട്ടിഫിക്കറ്റ് അവർക്ക് എഴുതി കൊടുത്തത് നിങ്ങളാണ്.